Hello friends, welcome back to my channel SSA Cooking World. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടോ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും കാണപ്പെടുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്, ഒരുപാട് ഇഷ്ടമാവും. ഇതിനു വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് 1 കപ്പ് റവയാണ് കേട്ടോ. റവ എല്ലാവരുടെ പുരയിലും ഉണ്ടാവില്ലേ, അപ്പോൾ റവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് റവക്ക് 2 കപ്പ് വെള്ളം. എന്നിട്ട് ഇതിനെ ഒരു 15 മിനിറ്റ് അതിനെ കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ആ ടൈമിൽ നമ്മൾക്ക് വേറൊരു പണിയുണ്ട്. ഇതാകെ 15 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി കേട്ടോ കുതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 2 പച്ചമുളകിലേക്ക് ആവശ്യമുണ്ട്, 1 മീഡിയം സൈസ് പൊട്ടാറ്റോ. അപ്പോൾ ആ മീഡിയം സൈസ് പൊട്ടാറ്റോനെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, 1 വിസിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നെ പൊട്ടാറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലേ. ഇതിലേക്ക് 1 പീസ് ഇഞ്ചി കൂടി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായി നുറുക്കി അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ എന്താ നമ്മളുടെ റവ ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലത്തുള്ള വെള്ളമൊക്കെ ഞാൻ ആറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി ലൂസ് കൺസിസ്റ്റൻസി തന്നെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. ബാക്കി നമുക്ക് അത് മൊത്തത്തിലായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇത് ബ്ലെൻഡ് ചെയ്ത് എടുത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുള്ളത് കേട്ടോ. ഇതാ നല്ല പോലെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പൊട്ടാറ്റോ കൂടി ഞാൻ വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിലാണ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത്. നല്ല സോഫ്റ്റായിട്ട് അപ്പം ഇരിക്കുമ്പോൾ എപ്പോഴും എല്ലാ ടൈമിലും ഒരുപോലെ സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഞാൻ നല്ല പോലെ അരച്ചടിച്ചിട്ടുണ്ട്. അതിൽ പൊട്ടാറ്റോ ഇങ്ങനെ ഓരോന്നൊന്നും ഇങ്ങനെ നല്ലോണം നൈസായിട്ടൊന്നും അരിഞ്ഞ് വന്നിട്ടില്ല, അത് കുഴപ്പമില്ല. അത് നമ്മൾ കയറ്റിട്ട് ഒന്ന് ഒടിച്ചെടുക്കുമ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് കിട്ടും, വെന്തതല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടായിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഒരു കേക്കിൻ്റെ ചെറിയ ടിന്നിൽ അരക്കിലോ കേക്കൊക്കെ ബേക്കാക്കുന്ന ആ ടിന്നിൽ ഞാനും ഗീയാണ് പുരട്ടി കൊടുക്കുന്നുള്ളത്. നെയ്യ് എണ്ണ പുരട്ടി കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ട് ഈ മാവിനെ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ കയ്യിൽ കേക്ക് ടിന്നൊന്നും ഇല്ലെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എല്ലാം ഉണ്ടാവില്ലേ, അത് വെച്ച് കൊടുത്താലും മതി. അത് നമ്മൾ ചോറൊക്കെ ആവി കയറ്റുന്ന സ്റ്റീമറില്ലേ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പാൻ തന്നെ ഉണ്ടെങ്കിൽ ആ പാനിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് അടിയിലേക്ക് ഒരു ഇത് വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതും വേണിച്ചില്ല. ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് എന്നിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു കോട്ടിങ് കൊടുക്കാണ്ട് അതിനാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിലേക്ക് മുളക് പൊടിയും നാരങ്ങൻ്റെ നീരും ചെറുനാരങ്ങൻ്റെ പിന്നെ നമുക്ക് മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ കോക്കനട്ട് ഓയിലില്ലേ അതൊരു 2 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് എടുത്തില്ലെങ്കിലും ഇങ്ങനെ വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റെല്ലാം ഉണ്ട്. എന്നാലും ഒരു വെറൈറ്റി ഇരിക്കട്ടെ അങ്ങ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ കോട്ടിങ് കൊടുക്കുന്നുള്ളത് കേട്ടോ. അങ്ങനെ 2 സൈഡിലേക്കും ഈ മുളകിൻ്റെ കോട്ടിങ്ങില്ലേ അത് നമുക്ക് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് പാനിലിട്ടിട്ട് ഒന്ന് അപ്പുറത്തിപ്പുറത്തും സൈഡ് മൊരിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി, കുറേ നേരം ഒന്നും ആക്കേണ്ടെന്ന് ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇത് വേവിച്ചതല്ലേ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടായിട്ട് കഴിക്കുമ്പോഴേക്കില്ലേ എന്തോ ഒരു ചേലന്നെ ഭയങ്കര ടേസ്റ്റ്. ഇതൊരിക്കലും നമ്മൾ ഉണ്ടാക്കിയിട്ട് നോക്കണം, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇതാ 2 സൈഡ് ഞാൻ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്.
മുളകൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഈവനിങ് സ്നാക്കോ ഇഫ്താർ സ്പെഷ്യലോ ബ്രേക്ക്ഫാസ്റ്റോ ആയി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനം മാത്രമല്ലേ വേണ്ടുള്ളൂ. കുറേ സാധനമൊന്നും നമുക്ക് വേണ്ടല്ലോ. ഇറച്ചി വേണ്ട, കോഴി വേണ്ട, വേറെ സവാള വഴറ്റണ്ട, എന്ത് പണിയില്ല. പെട്ടെന്ന് ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ മറക്കല്ലേ. ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ സാധനമില്ലേ, കല്ലുമ്മക്കായ തന്നെയില്ലേ, നമ്മൾ വാങ്ങിക്കുമ്പോൾ കല്ലുമ്മക്കായ വാങ്ങിക്കാൻ കിട്ടുന്നില്ല, അത് തിന്നുമ്പോൾ എങ്ങനെയുണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവേ ഇതിൻ്റെ ടേസ്റ്റും. അപ്പോൾ കല്ലുമ്മക്കായ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് നോക്ക്. മക്കൾക്കായാലും മധുരം ഇഷ്ടപ്പെടാത്ത മുതിർന്നവർക്കായാലും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.